ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രേണുസുതി തന്നെയാണ് കണ്ടത്. എന്റെ രാവിലെ രേണുസുതി എയർപോർട്ടിൽ വന്നതൊക്കെ ഞാൻ കണ്ടു. സത്യത്തിൽ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചത് പാസ് ചെയ്ത് വിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രേണുസുതിയുടെ ചേച്ചിയുടെ ബൈറ്റ് കണ്ടു. അപ്പൊ എനിക്ക് തോന്നി അതൊന്ന് എടുത്ത് സംസാരിക്കണം. ശരിക്കും എനിക്കത് കണ്ടപ്പോൾ പാവമാണ് തോന്നി. അവരുടെ അനിയത്തി ഒന്ന് സ്റ്റാർ ആയതിന്റെ പുറത്ത് ഇവരെയൊക്കെ പറ്റി എന്തെല്ലാം ആഗ്രഹിക്കുന്നത്. അവരും അവരുടെ ഭർത്താവും പണിക്കും പോവില്ല. അവരുടെ മക്കളെയും ഭർത്താവിനെയും ഭാര്യയൊക്കെ രേണുസുതി മരിച്ചു പോകുന്നതിന് മുന്നേ കൊല്ലസുതിയും ആണ് നോക്കിയിരുന്നെന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ, എന്നിട്ട് അവരെ നോക്കേണ്ടി വന്നത് കൊല്ലസുതി. അത് കാരണം കടം കയറി. ഇങ്ങനെയൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ പറയുന്നത്. അപ്പൊ അവരവരുടെ ഭാഗം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഈ വിവാദങ്ങൾ കിച്ചു നടത്തിയ ആ ലൈവിന്റെ മറുപടിയായിട്ട് രേണുസുതി വിവാദത്തിന്റെ നടുവിലേക്ക് വന്നാണ് ഇറങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രേണുസുതിയോട് ഇതിനെല്ലാം മീഡിയക്കാരൊരു ചോദ്യം ചോദിക്കുന്നുള്ള രേണുസുതി അറിയാം. പെട്ടെന്ന് ഇത്രയും കാലം വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ആലോചിക്കാതെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന രേണുസുതി ഈ പ്രാവശ്യം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ചോദ്യങ്ങൾക്കെല്ലാം പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ, അതായത് ഇവരെന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പുള്ളിക്കാരത്തേക്ക് ആലോചിക്കാൻ ഒരു സമയം കിട്ടിയല്ലോ ദുബായിലായിരുന്നപ്പോൾ. അതുകൊണ്ട് പുള്ളിക്കാരത്തെ വളരെ നന്നായിട്ടുള്ള മറുപടി, നല്ല മറുപടി തന്നെ കൊടുത്തു. അടച്ചു കൊടുത്തു. എന്നാരും വെറുപ്പിച്ചില്ല. എന്നാൽ അതിൽ നിന്നൊരു വിവാദം ഉണ്ടാക്കി പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഒരു ബ്ലോഗർമാർക്കും ഒരു അവസരവും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് നന്നായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അല്ലാതെ പീഡനക്കേസ് പെടുത്തുമെന്നും പറഞ്ഞ് കിച്ചു പറഞ്ഞ പീഡനോ അതേത് എവിടെ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇങ്ങനെയുള്ള രീതിക്കാണ് രേണുസുതി പോയത്. സത്യം പറഞ്ഞാൽ ഈ രീതിക്ക് പോയിരുന്നെങ്കിൽ ആ ഫിറോസിനെ ആ അച്ഛനെയൊക്കെ വെറുപ്പിക്കേണ്ടി വരികയായിരുന്നു. ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായർ പോലും ഒരു വാക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വീടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു നന്ദികേടാ കാണിച്ചതെന്നുള്ള, അച്ഛനെ ഇതുപോലെ ആക്കി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പൊ ആ ലെവലിലേക്കൊക്കെ രേണുസുതി പോയത് ചിന്തിക്കാതെ സംസാരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അനുഭവം പാഠമായി. ചെറുതായിട്ടൊന്ന് കേൾക്കാൻ ഒത്തിരിയും പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇടുന്നില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്ത് തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരുന്നു. എനിക്കിപ്പോ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തി, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എത്ര നാളും പിന്നെ കിച്ചുവിനെ അവിടെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്തെ വീട്ടിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. അതെന്താണ് കംഫർട്ടബിൾ ആവാത്തത്? എനിക്കറിയില്ല, അത് കിച്ചുവിനല്ല ചേട്ടാ, എനിക്കറിയാം എന്താണ് അത്രയും നാളും കംഫർട്ടബിൾ ആയത്. പിന്നെ പെണ്ണ് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവന് 22 വയസ്സുള്ള യുവാവല്ലേ, ഇഷ്ടം ചെയ്യട്ടെ, അവന് ഇഷ്ടം പറയട്ടെ. അവന് സമ്പാദിക്കാറായി, അവന് പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോട്ടെ, അതിന് നശിച്ചു പോകാതെ നല്ല രീതിയിൽ പോട്ടെ. കുഞ്ഞിലെ രേണു വഴക്ക് പറഞ്ഞിട്ടുണ്ടോ പഠിക്കാത്തതിന്? അങ്ങനെ എന്തെങ്കിലും സ്കൂളിൽ പോണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേന് 5-8 ദിവസം കഴിഞ്ഞിട്ടാണ് സുധിച്ചേട്ടൻ വരാറ്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പോകണം, സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകരുത്, സ്കൂളിൽ വിടണം എന്ന്. അന്ന് കൊച്ചല്ലേ, അപ്പൊ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്താ വഴക്ക് പറഞ്ഞ, വിദ്യാഭ്യാസം ഒരു മക്കളെപ്പോഴും വിദ്യാഭ്യാസം കൊടുക്കാനല്ല എല്ലാ പേരൻസും പറയുന്നത്. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കിച്ചുനോടല്ല, സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, അങ്ങനെ ഒരു പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, സ്കൂളിൽ വിടണം എന്ന് ഞാൻ പറഞ്ഞു. രേണുസുതി പഠിച്ചു സംസാരിക്കാൻ പഠിച്ചു, ബോഡി ലാംഗ്വേജ് മാറ്റമുണ്ട്, മൊത്തത്തിൽ പഠിച്ചല്ലേ, അങ്ങനെ പോട്ടെ മുന്നോട്ട്. പിന്നെ വേറെ ബൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ അകത്തൊക്കെ ചോദിക്കുന്നുണ്ട്, ഋതപ്പനെ എനിക്കിനി കാണാൻ പറ്റുമോ എന്നൊക്കെ കിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അതേപ്പറ്റി അവരുടെ വീട്, അവന്റെ പേരിലുള്ള വീടല്ലേ, അവൻ അവിടെ വരുന്നതിന് ആര് തടസ്സം പറയാൻ, അങ്ങനെ എല്ലാത്തിനും നല്ല ബുദ്ധിപൂർവ്വമുള്ള മറുപടിയാണ് രേണുസുതി പറഞ്ഞ്. ഇങ്ങനെ ഈ മഴത്തുള്ളിക്കിടയിൽക്കൂടെ പോകാന്ന് പറയില്ലേ, അതേപോലെ അവിടെ നനയാ പോലെ ആ രീതിക്ക് പോകാൻ ഏതായാലും രേണുസുതിക്ക് ഈ പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. വായിലോട്ട് നോക്കിയിരുന്നാലും ഒരു വിവാദത്തിനും തിരി കൊടുത്തിട്ടില്ല. വളരെ ആലോചിച്ച് പറഞ്ഞ മറുപടിയാണ്. പക്ഷെ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം രേണുസുതിയുടെ ചേച്ചിയുടെ ഒരു സംസാരം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം തോന്നി. അത് നേഴ്സായിട്ട് ജോലി ചെയ്യും. ചിലപ്പോഴൊക്കെ ജോലി ഭാരം കൂടിയ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാറില്ല നേഴ്സുമാർക്ക്.
സ്റ്റാഫ് റൂമിലേക്ക്. ഇനി അല്ലെങ്കിലും ഡോക്ടർമാരുടെ കൂടെ റൗണ്ട്സിനൊക്കെ പോകുമ്പോഴും ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. ചീത്ത കേൾക്കാം, അല്ലെ എന്ത് ആ പണിയെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എങ്ങനെ നോക്കിയാലും നേഴ്സ് ജോലി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെയുള്ള ജോലി തന്നെയാണ്. പല രോഗികളെ പല രീതിക്ക് ഒക്കെ ഒത്തിരി എടുത്ത് പറയാൻ പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി ഇതൊന്നും അല്ലേ പോലും നൈറ്റ് ഡ്യൂട്ടി കിട്ടിയാലും എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും എല്ലാവർക്കും ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി, പല ജോലിക്കൊക്കെ ഉണ്ട്. എന്നാലും കഷ്ടപ്പെട്ടാണ് അവര് ആ ജോലി കൃത്യമായിട്ട് അവർ പഠിച്ചെടുത്തതിന് ശേഷം അവര് ആരോടും ഒരു പരാതിയും പറയാതെ അവര് ആ ജോലിക്കും പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അനിയത്തി ഒരു സ്റ്റാർ ആയതിന്റെ പുറത്ത് അവരിന്ന് എന്തെല്ലാം അപമാനം സഹിക്കുന്നുണ്ടെന്ന് ആലോചിച്ച്. അതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം എന്നുള്ളതാണ്. അനിയത്തി കാശുണ്ടായ അനിയത്തിക്ക് തന്നെയാണ്, നമ്മൾ കണ്ടിട്ടില്ലേ. പിന്നെ എന്താ ചെറിയ ഋതപ്പനെ നോക്കുന്നതിന്റെ ഫലമായിട്ടൊക്കെ അല്ല, അത് അച്ഛനും അമ്മയെ നോക്കും തോന്നും. എന്തേലുമൊക്കെ നക്കാപ്പിച്ചകളൊക്കെ കൊടുത്തെങ്കിലേ ഉള്ളു. അല്ലാതെ ഇപ്പൊ അനിയത്തി അങ്ങോട്ട് ഒത്തിരി മലമറിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. രേണുസുതിക്ക് സത്യം പറഞ്ഞ മേക്കപ്പും ഈ പിന്നെ ഗ്ലൂട്ടാത്തയോണോ BB ക്രീമോ ഏതാണ്ടെല്ലാം അടിച്ച് സ്കിന്നിൽ കയറ്റുന്നു, മുടി ചെയ്യണം, ലിപ്പ് ശരിയാക്കണം, പല്ല് ശരിയാക്കണം. ഇതിനെല്ലാം എന്തോരം കാശ് വേണമെന്നാ പറയുന്നത്. നിസ്സാര കാശൊന്നുമല്ല അതിന്റെയൊക്കെ റേറ്റ്. ചോദിക്കുമ്പോ അറിയാം, ഞെട്ടിപ്പോവും. പിന്നെ ഇവരൊക്കെ കൊളാബായോണ്ട് അറിയില്ല. ഇത് കൂടുതൽ കേൾക്കാനൊന്നുമില്ല. അതുകൊണ്ട് രമ്യ ജോലിക്ക് പോകുന്നുണ്ട്, രമ്യയുടെ ചേട്ടൻ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ പറയുന്നു ജോലിക്ക് പോകാതെ വെറുതെ കയറി വീട്ടിൽ. അതെനിക്കും അറിയത്തില്ല, ഞാനത് ഓർക്കുന്ന. എല്ലാരും പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകാതിരുന്നു വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് പറയുന്നവരുടെ സംസ്കാരമായിരിക്കും അവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനും എന്റെ ഹസ്ബൻഡും ജോലിക്ക് പോകുന്നവരാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകും? എന്റെ അച്ഛനും അമ്മയും സഹോദരിയും ഉള്ളിടത്ത് എനിക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ. മൂത്തത് പെൺകുഞ്ഞാ. എനിക്ക് അടുത്തൊരു വീട്ടിലോ അല്ലെ എനിക്ക് വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ആ വീട്ടിൽ ഏൽപ്പിക്കുന്ന പോലും ഇപ്പൊ ഞങ്ങൾ അവരുടെ ചെലവിലാണ് കിടക്കുന്നതെന്നാണ് പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കത് തിരുത്താൻ പറ്റത്തില്ലല്ലോ. ഇത് കൂടുതൽ കേൾക്കാനും. രമ്യ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ചേട്ടനും എപ്പോഴും പണിക്ക് പോകും. നമുക്ക് അടുത്ത് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കണതുകൊണ്ട് അറിയാം. രണ്ടാളും ജോലിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നു അല്ലെ? പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പൊ റീസെന്റ് അല്ലേ പുള്ളിക്കാരൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയത്? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അധ്വാനിച്ച് പപ്പ കൂലിപ്പണിയെടുത്ത് എന്നെ നേഴ്സിംഗ് പഠിപ്പിച്ചു, രേണുവിനെയും പഠിപ്പിച്ചു. പിന്നെ അവള് ജോലിക്ക് പോയില്ലെന്നേ ഉള്ളൂ. ഒരു ലോൺ പോലും ഞങ്ങൾക്ക് ബാധ്യതയാകരുതെന്നുള്ള രീതിയിൽ അങ്ങനെ പോലും എടുക്കാതെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അത്ര അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അമ്മയ്ക്കൊക്കെ അത് കേട്ട വിഷമമായോ? എല്ലാവർക്കും വിഷമമാണ്. പിന്നെ റീച്ചിന് വേണ്ടി ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, അതാ ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത എന്തിനാന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. കിച്ചു ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലുണ്ടായതിനു ശേഷം പപ്പയും അമ്മയൊക്കെ എങ്ങനെയാണ് അത് പ്രതികരിച്ചത്? അവരെന്ത് പ്രതികരിക്കാനാ? കാരണം നമ്മുടെ വീട്ടിൽ ആകെ സംഭവിച്ച ഒരു ഇതെന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടന്റെ മരണം. ആ ഒരു മരണം സംഭവിച്ചതിന്റെ പേരിൽ ഇതുപോലെ മറ്റുള്ളവർ മുമ്പിൽ കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരു ഫാമിലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പറയാനോ? പിന്നെ നമ്മളെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവർക്കറിയാം സത്യം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നമുക്ക് ഏതായാലും നാണക്കേട് ആണെന്നോ എന്തെങ്കിലും പറഞ്ഞു വെച്ച് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നു. സുധിച്ചേട്ടനെ അവരത് സഹോദരനെ പോലെ കണ്ടവരുടെ വീട്ടിൽ വന്ന് കയറിയ ഒരു മരുമോനല്ലേ അനിയത്തിയുടെ ഭർത്താവാണ്. ഇവരെ എല്ലാം പണിക്ക് വിടാതെ കൊല്ലം സുധി ഇവരെ എല്ലാം സംരക്ഷിച്ചു പോന്നിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവര് മനുഷ്യരല്ലേ? മറ്റൊരാളുടെ മുന്നിൽ ഇപ്പൊ കൊല്ലം സുധി ആണെങ്കിലും ഒരു പൈസ കൊടുക്കുമ്പോൾ അയാളുടെ മുന്നിൽ കൈ നീട്ടി ഓരോ പ്രാവശ്യവും വാങ്ങണ്ടേ? അത് അഭിമാനം സമ്മതിക്കുമോ? പഠിച്ചൊരു തൊഴിലുണ്ട്, ആ തൊഴിലിന് പോയിട്ട് സ്വന്തം ആവശ്യം ഒരു പൊട്ട് വാങ്ങണേ പോലും അങ്ങനെ അനിയത്തിയുടെ ഭർത്താവിന്റെ മുന്നിൽ കൈ നീട്ടും. അതൊക്കെ എന്ത് മാനക്കേടാണ്. അപ്പൊ അവരവരുടെ പണിക്ക് പോയിട്ടുണ്ടാവാം, അത് ഉറപ്പുള്ള കാര്യമാണ്. വെറുതെ എന്തൊക്കെയോ ഇവര് കുടുംബകാര്യങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇട്ടാലക്ക് അവസാനം കിച്ചുവിന്റെ വകയൊരു ലൈവ്. അയ്യോ, വളരെ കഷ്ടം. സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യം അവിടെ തീർക്കുന്നതിന് പകരം അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി. അങ്ങനെ അലക്കുന്നവരൊന്നും നേരെ ചൊവ്വേ പിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങില്ല കേട്ടോ. പലരെടുത്തിട്ട് പിന്നെ അത് പല അഭിപ്രായങ്ങൾ, പലര് നമ്മുടെ കുടുംബത്ത് കയറി പലര് കളിക്കാനല്ലേ അനുവദിക്കുന്നത്. സത്യം പറഞ്ഞ നമ്മളല്ലാതെ വേറെ പുറത്തുനിന്ന് ഒരാള് പോലും ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും തന്നെ വഴക്കുണ്ടാക്കിയ അവരവരുടെ അച്ഛനെയും അമ്മയും പോലും ഇടപെടുത്തിയാല് ആ ബന്ധം താർന്നു പോകുന്ന അവസ്ഥയാണ്. കാരണം പലര് കയറി ഇടപെടുമ്പോ അങ്ങനെയാ. ഇവരിപ്പോ എന്താണ് ചെയ്തിരിക്കുന്നത്? കുടുംബം മൊത്തം ഇതിന്റെ അകത്ത് പറഞ്ഞു കേട്ടോ. രേണുസുധിയുടെ അച്ഛൻ അങ്ങേരെ കൊണ്ട് പറ്റുന്ന കാലം അത്രയും കഠിനാധ്വാനം ചെയ്ത് 2 പെൺപിള്ളാരെയും വളർത്തി കല്യാണം കഴിപ്പിച്ചു വിട്ടു. അതിൽ ഈ ചേച്ചി കല്യാണം കഴിച്ച് ആ വഴി ജോലിയും ചെയ്ത് അവർ ജീവിക്കുന്നു. രേണുസുധിയാണ്
ആദ്യ കല്യാണം ഉപേക്ഷിച്ചു പോന്നു. അവർക്ക് ചേരാവന്നായിരിക്കും. രണ്ടാമത് കൊല്ലം സുധിയെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞതേ ഇപ്പൊ കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേ കുറെ വിവാദങ്ങളും എല്ലാം ആയിട്ട് ശരിക്കും പറഞ്ഞാൽ രേണു സുധി എന്താണ് സ്വന്തം അച്ഛന് തിരിച്ചു കൊടുത്തിരിക്കുന്നത്? കുറെ അപമാനമാണ് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. രേണു സുധി എന്ത് നേടി? ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നേടിയതിന്റെ പുറകില് ഈ പാവങ്ങൾ ഇവരുടെ കുറെ കണ്ണീരുണ്ട്. ഇവര് കിടന്നുറങ്ങിയാൽ ഉറക്കം വരും. അതുപോലെ തന്നെ ഈ സ്ത്രീയൊക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണുന്ന കണ്ണെന്താണ്? ചുമ്മാ പണിയെടുക്കാതെ തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിലല്ലേ കാണുക. കാരണം ഇവരുടെ കുടുംബകാര്യം മുഴുവൻ കൊണ്ട് സോഷ്യൽ മീഡിയ അലക്കിയിരിക്കുകയല്ലേ. എന്തിനായിരുന്നു എന്നുള്ളതാണ്. നോക്കിയും കണ്ടും സംസാരിച്ചിരുന്നെങ്കിൽ പകുതിയിലധികം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുമായിരുന്നു. അതല്ലാതെ ആ വീട് പ്രശ്നവും അച്ഛനുമായിട്ടുള്ള ഉടക്കും അതിന് അച്ഛനോട് അതും ഇതും പറഞ്ഞ് ചേട്ടത്തി അനിയത്തിയും കൂടെയൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ട്. അതങ്ങനെ അച്ഛൻ തിരിച്ച് ഫിറോസ് അങ്ങനെ എല്ലാമായിട്ട് എന്തു പറഞ്ഞാലും ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പുള്ളിക്കാരത്തി ആൽബത്തിൽ അഭിനയിച്ച് ഇനാഗ്രേഷൻ നടത്തി അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മറുസൈഡ് ഒരു ഇതും ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എന്തായിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നെഗറ്റീവ് വന്ന് തറയായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.